തൃപ്പൂണിത്തുറയിൽ നല്ല ജനത്തിരക്ക് അനുഭവപ്പെടുകയാണ്. തൃപ്പൂണിത്തുറ പൊന്നോണത്തിൻ്റെ വരവറിയിച്ച് അത്താച്ചമ്മ ആഘോഷ പരിപാടികൾ തുടങ്ങുകയായി. ഔപചാരികമായ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് അല്പസമയത്തിന് മുമ്പ് നിർവഹിച്ചു. പരിപാടിക്ക് നടൻ ജയറാം ആശംസകൾ നേർന്നു. ഘോഷയാത്ര അല്പസമയത്തിനകം നടൻ ജയറാം ഫ്ലാഗ് ഓഫ് ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ വാർത്താ സംഘം തൃപ്പൂണിത്തുറയിൽ ക്യാമ്പ് ചെയ്യുകയാണ്. വളരെ വർണ്ണാഭമായ ചടങ്ങിൽ തന്നെയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത്. ഒരുപാട് കലാരൂപങ്ങൾ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടെ എത്തിച്ചേർന്നു. ദിവസങ്ങളിൽ, ആഴ്ചകൾ, മാസങ്ങളൊക്കെ ചിലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കലാരൂപങ്ങൾ, ലാവണ്യ മനോഹരമായ കലാരൂപങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞു. അതുപോലെ തൃപ്പൂണിത്തുറയിലെ ആഘോഷ പരിപാടികൾ പൊന്നോണത്തിൻ്റെ വരവ് വിളിച്ചറിയിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അനുജ രാജേഷ് കൂടി പ്രധാനപ്പെട്ട വേദിക്കരികിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനുജ, ഗുഡ് മോർണിംഗ് അഗെയിൻ, പറയൂ. അങ്ങനെ ആ പരിപാടിയുടെ ഒരു ഘട്ടം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. അത്തം പതാക ഉയർത്തിയിരിക്കുകയാണ് മന്ത്രി പി രാജീവ്. അടുത്ത ഘട്ടം പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിന്റെ ഘോഷയാത്ര ഔദ്യോഗികമായി തന്നെ ഫ്ലാഗ് ഓഫ് ചെയ്യേണ്ടതുണ്ട്. ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യേണ്ടതുണ്ട്. അല്പസമയം മുൻപ് നമ്മൾ കണ്ടത് SKN. ഇത് ഈ ഇത്തവണത്തെ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത് ഇത് ഭിന്നശേഷി സൗഹൃദമാണ് എന്നതാണ്. ഭിന്നശേഷി കുട്ടികൾ, അവരെ പ്രത്യേകമായ ഒരു ഇരിപ്പിടം അവർക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് വിശിഷ്ടാതിഥികൾ ചെന്ന് അവരെ ആദരിക്കുകയായിരുന്നു. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത കൂടിയാണത്. അതാണ് അല്പസമയം മുൻപ് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് ഔദ്യോഗികമായ പരിപാടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഇപ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ രമ സന്തോഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നഗരസഭയുടെ ഭരണകാലാവധി അവസാനിക്കാനിരിക്കെ വരുന്ന ഏറ്റവും അവസാനത്തെ അത്തച്ചമയ ആഘോഷം എന്ന പ്രത്യേകത കൂടിയുണ്ട്. എല്ലാ തരത്തിലുമുള്ള ക്രമീകരണങ്ങൾ സാധാരണ രീതിയിൽ തന്നെ ഇപ്പോൾ ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടൊക്കെയുള്ള ക്രമീകരണങ്ങൾ അതെല്ലാം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഏറ്റവും പ്രത്യേകത എടുത്തു പറയേണ്ടത് ഈ പറഞ്ഞ ഭിന്നശേഷി സൗഹൃദം എന്നതാണ്. കലാരൂപങ്ങൾ അത് അണിനിരന്ന് കഴിഞ്ഞിട്ടുണ്ട്. പലതരത്തിലുള്ള കലാരൂപങ്ങൾ, വർണ്ണശബളിമയെ വിളിച്ചോതുന്ന കലാരൂപങ്ങളൊക്കെയാണ്. പല ഇടങ്ങളിൽ നിന്നൊക്കെ എത്തുന്നവരാണ് ഇവർ. എല്ലാ വർഷവും കഴിഞ്ഞ കുറേ വർഷങ്ങളായി വരുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ വന്നതുകൊണ്ട് സാമ്പത്തിക ലാഭമോ അങ്ങനെയൊന്നും ഉള്ളവരല്ല. പക്ഷേ ഈ ഒരു ആഘോഷം അത് കേരളത്തിന്റെ ആഘോഷമാണ് എന്നതുകൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി ദൂരദിക്കിൽ നിന്ന് പോലും വരുന്ന, വർഷങ്ങളായി വരുന്ന കലാകാരന്മാരെയൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടിയും ഇതിന്റെ ഭാഗമാകുന്നതിന് വേണ്ടിയും ഒക്കെ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ്. ഈ അത്തം നഗരി ഇപ്പോൾ ജനനിബിഡമായി കഴിഞ്ഞു. രാവിലെ ഒരു 8 മണി കഴിഞ്ഞതോടെ തന്നെ ഇങ്ങോട്ടേക്ക് ജനം ഒഴുകി എത്താൻ തുടങ്ങിയ കാഴ്ച നമ്മൾ കണ്ടു. ഇനി ഘോഷയാത്രയ്ക്ക് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും ഒക്കെയാണ്. അവർ എല്ലാവരും ക്യൂ പാലിച്ചിവിടെ നിൽക്കുകയാണ്. ആദ്യം ഒരു ഹാഫ് മാരത്തൺ ആണ് ഘോഷയാത്രയുടെ ഏറ്റവും മുന്നിലായുള്ളത്. പിന്നീട് അതിന്റെ ക്രമം കൃത്യമായി തന്നെ എങ്ങനെയാണ് എന്നത് പഞ്ചവാദ്യവും അങ്ങനെയൊക്കെയുള്ള വാദ്യമേളങ്ങളും എല്ലാവരും ഈ ഘോഷയാത്രയിൽ അണിനിരക്കും. കലാരൂപങ്ങളും തെയ്യവും തിറയും കരകാട്ടവും ഉൾപ്പെടെയുള്ള കലാരൂപങ്ങൾ ഇതെല്ലാം അണിനിരക്കുന്നുണ്ടാകും. കൂടാതെ പോലീസിന്റെ എല്ലാ തരത്തിലുള്ള സുരക്ഷയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മെഡിക്കൽ സേവനം ഉണ്ടാകും. അങ്ങനെ എല്ലാ തരത്തിലും. മറ്റൊരു കാര്യം നമുക്ക് എടുത്തു പറയേണ്ടത്, മഴ ഒഴിഞ്ഞ ഒരു അത്തച്ചമയ ആഘോഷമാണ് ഇത്തവണത്തേത്. കഴിഞ്ഞ തവണയൊക്കെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇത്തവണ മഴയൊന്നുമില്ല, വെയിലുണ്ട്. അതുകൊണ്ട് തന്നെ മഴയുടെ ഭീതിയൊന്നുമില്ലാതെ വലിയ പ്രതീക്ഷയോടെയും സന്തോഷത്തോടെയും ഒക്കെ നമ്മൾ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. ഇന്ന് മുതൽ 10 ദിവസം നമ്മുടെ സംസ്ഥാനത്തെമ്പാടും ഓണാഘോഷങ്ങൾ. അത് കേരളത്തിലുള്ളവർ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ളവരും എല്ലാവരും ഇന്ന് മുതൽ ഓണം ആഘോഷിക്കാൻ തുടങ്ങിയാണ്. എല്ലാ വീട്ടുമുറ്റത്തും പൂക്കളങ്ങൾ ഉണ്ടാകും. അത്തം മുതൽ ഇടുന്ന പൂക്കളം അത് 10 ദിവസം തുടരും. ഇന്നേക്ക് 10ാം നാൾ ഓണം. അത് ഇത്തവണ 11ാം നാളാണോ എന്നൊരു സംശയമുണ്ട്. ഏതായാലും അത്തം 10-ന് പൊന്നോണം എന്ന് പറയുന്നത് ആ അത്തം ഇന്ന് ഒരിക്കൽ കൂടി നമ്മൾ അതിനുവേണ്ടി ഇപ്പോൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ച. ഹരിതകർമ്മ സേനാംഗങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. അങ്ങനെ കൂടാതെ വനിതാ സംഘങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ വാദ്യമേള സംഘമാണ്. അങ്ങനെ വനിതകൾ അടങ്ങിയ 8 വർഷവും ഇവരെ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ഒരു വലിയൊരു സന്തോഷവും എല്ലാം നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. സന്തോഷത്തിന്റെയും പ്രതീക്ഷയുടെയും ഒക്കെ വേദിയായി മാറുകയാണ് ഈ അത്തച്ചമയ ആഘോഷം നടക്കുന്ന അത്തം നഗരി. പിന്നീട് നഗരം ചുറ്റിയുള്ള ഘോഷയാത്രയാണ് നടക്കാൻ പോകുന്നത്. അത് സ്റ്റാച്യുവും കിഴക്കേക്കോട്ട, വടക്കേക്കോട്ട, ബസ് സ്റ്റാൻഡൊക്കെ ചുറ്റി തിരികെ അത്തം നഗറിലേക്ക് മടങ്ങിയെത്തും. ഇവിടെ പിന്നീട് പല കലാപരിപാടികളും ഒപ്പം തന്നെ ട്രേഡ് ഫെയറും ഒക്കെ നടക്കുന്നുണ്ട് ഈ അത്തം നഗരിയിൽ തന്നെ. ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം പലതരത്തിലുള്ള മേളകൾ കാണാനും മറ്റ് കാര്യങ്ങൾ ആസ്വദിക്കാനും ഒക്കെയുള്ള അങ്ങനെ ഒരു ആഘോഷത്തിന്റെ മൂഡിലേക്ക് കടക്കുകയാണ് നമ്മൾ മലയാളികൾ. അതിന് തുടക്കം കുറിക്കുന്നതാണ് ഈ
നഗറിൽ ഇപ്പോൾ നടക്കുന്ന പരിപാടി. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് മന്ത്രിമാരും ജനപ്രതിനിധികളും മന്ത്രി എം പി രാജേഷും പി രാജീവും ഉൾപ്പെടെ, കൂടാതെ കെ ബാബു MLA, അനൂപ് ജേക്കബ് MLA ഉൾപ്പെടെയുള്ളവരുണ്ട്. ജയറാമും രമേശ് പിഷടിയും വിശിഷ്ടാതിഥികളായും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.